പിന്തുണ പടരേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ദിലീപിനെതിരായ ഒരു കേസിൻ്റെ പരിസമാപ്തിയിൽ ദിലീപ് അടക്കമുള്ള 3-4 പേർ കുറ്റവാളികളല്ല എന്ന് കോടതി വിധിച്ചതിന് ശേഷം ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഒരു പൊതു ചോദ്യം. നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കുന്നത്? ദിലീപ് തന്നെ ചോദിച്ചു, 9 വർഷം നിങ്ങൾ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്നാണ് എല്ലാവരുടെയും വാദം. അത് സിനിമാ രംഗത്തുള്ളവരും പറഞ്ഞു. ദിലീപ് പ്രതിയല്ല, ദിലീപ് നിരപരാധിയാണെന്നൊരു കോടതി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് നിർത്തിക്കൂടെ? നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. കാരണം നിയമയുദ്ധം അവസാനിച്ചിട്ടില്ല. ഈ കേസിൽ ഇനിയും മേൽക്കോടതികളുണ്ട്. ആ മേൽക്കോടതിയിലേക്ക് പോകും എന്ന് അതിജീവിത പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്ത് ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. അതിജീവിതയ്ക്കൊപ്പം ഒരു സംശയമില്ലാതെ ഞാൻ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിൽ അതിജീവിതയ്ക്ക് കോടതിയെക്കുറിച്ചുണ്ടായ സംശയം, തനിക്കെതിരെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായി താൻ ആ കോടതി മുറിയിൽ കരഞ്ഞു വീഴുമ്പോഴും ജഡ്ജി തനിക്ക് അനുകൂലമായി അവരെ തടഞ്ഞില്ല എന്ന ഒരു പരാതി നമുക്കെല്ലാവർക്കും അറിയാം. പീഡനത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് 3 തവണ പലരും എടുത്ത് നോക്കുകയും അത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടും പോലീസിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചില്ല, വേണ്ട നടപടിയെടുത്തില്ല എന്ന രണ്ടാമത്തെ പരാതിയുണ്ട്. സംസ്ഥാന സർക്കാരും ഈ പീഡിപ്പിക്കപ്പെട്ട നടിയും പിന്നെ ഒരു NGOയും ഒക്കെ ഈ കേസ് ഇവിടെ തുടരാൻ പറ്റില്ല, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മേൽക്കോടതികൾ പോയ കഥ നമുക്കറിയാം. 2 കേരളത്തിലെ വളരെ മാനിക്കപ്പെടുന്ന 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇങ്ങനെ പറ്റില്ല, കോടതിക്കകത്ത് ദിസ് ഈസ് പ്രോസിക്യൂഷൻ നോട്ട് പ്രോസിക്യൂഷൻ എന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായമുണ്ടായി. എങ്ങനെയാണ് ഈ കേസിൽ ഞങ്ങൾ വാദം നടത്തുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയൊരു സാഹചര്യമുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു കേസിൽ ഈ പീഡനം ഏറ്റുവാങ്ങിയ, ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീ മേൽക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നത്? മിണ്ടാതിരിക്കാൻ സൗകര്യമില്ല, കൂടെ തന്നെ നിൽക്കും. ഈ കേസിൻ്റെ അവസാനം വരെയും ഒരു പക്ഷേ കേസ് കഴിഞ്ഞാലും കൂടെ നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് രണ്ടാമത് പറയാം. ഇനി ഈ പറയുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ വന്നു നിന്ന് കേസ് തീർന്നു, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറയുന്നവരുണ്ടല്ലോ. കേസ് നടക്കുമ്പോൾ ദിലീപിനെതിരെ അതിക്രൂരമായ ഒരു പീഡന കേസിലെ 8ാം പ്രതിയായി ഗൂഢാലോചനക്കാരനായിട്ട് ദിലീപ് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ന്യായമുള്ളവർ എവിടെയായിരുന്നു? ദിലീപിന് വേണ്ടി സിനിമ എടുക്കുകയായിരുന്നു. ദിലീപിനെ നായകനാക്കി സിനിമ എടുത്ത് അതിനുവേണ്ടി ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇടിച്ച ആളുകളായിരുന്നു. ഇപ്പോൾ ചതുര ഒടുവിൽ സംസാരിക്കുന്ന സിനിമാ രംഗത്തുള്ള ബുദ്ധിജീവികൾ ഈ ദിലീപിനെ വെച്ച് സിനിമ എടുത്തിട്ടില്ലേ? അപ്പോൾ അന്ന് ഈ വാദം ഉണ്ടായിരുന്നില്ലേ? ശരി, പോട്ടെ, ഒരു നടനാണ്, ഞങ്ങൾ അയാളെ എടുത്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പീഡനം ഏറ്റുവാങ്ങിയ നടി എങ്ങനെയാണ് സിനിമാ രംഗത്ത് നിന്ന് ഓരോരോ ആഴ്ച കഴിയുമ്പോഴും സിനിമാ രംഗത്ത് നിന്ന് പുറത്തേക്ക് പോയത്? അപ്പോൾ ദിലീപിന് കൊടുത്ത ആ ആനുകൂല്യം ഈ നടിക്ക് നിങ്ങൾ കൊടുത്തില്ലല്ലോ. ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് ഓർക്കണം. കേസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വാദം ദിലീപ് പ്രതി മാത്രമാണെന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രതി അല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് വിട്ടുകൂടെ? മറുപടി, ഈ കേസ് തീർന്നിട്ടില്ല. ഈ കേസിനകത്ത് ഒരുപാട് പരാതികൾ അതിജീവിതയ്ക്കുണ്ട്. ആ സാഹചര്യത്തിൽ അവർ മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ നിൽക്കണ്ടേ? ഇപ്പോൾ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് എടുക്കാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന ആളുകൾ, അതിൽ അമ്മ സംഘടനയൊക്കെ പ്രത്യേകം എടുത്തു പറയണം. 1 വർഷം മുമ്പാണ് സ്ത്രീകൾ വരട്ടെ അമ്മയുടെ തലപ്പത്തേക്കെന്ന് പറഞ്ഞ് എല്ലാവരും വലിയ ക്യാമ്പയിൻ നടത്തിയതാണ്. ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ദിലീപിനെ തിരിച്ചെടുക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ദിലീപിനെ തിരിച്ചെടുത്തോളൂ. പക്ഷേ അതിജീവിതയ്ക്ക്, പീഡനമേറ്റുവാങ്ങിയ ഈ സ്ത്രീക്ക് മേൽക്കോടതിയിൽ പോകാൻ അവകാശമുണ്ട്. അവരത് പോകുന്നെങ്കിൽ അത് അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും അവരുടെ നിലപാട് പറയാനും വേണ്ടിയാണ്. എന്നെങ്കിലും പറയണ്ടേ? നിലപാടെന്ന് പറയുന്നത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ ഒരാളുടെ കൂടെ നിൽക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരു ഹാഷ്ടാഗിൻ്റെ അടയാളം മാത്രമല്ല. നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു വ്യക്തമായ നിലപാട് പറയുന്ന ഒരു അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ 8 വർഷം ദിലീപിനെ ഒരു പ്രതി മാത്രമാണെന്നും പ്രതിയായതുകൊണ്ട് ഞങ്ങൾ അയാളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ ഇതേ ആളുകൾക്ക് ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് കേസിന് പോകാനായി അതിജീവിതം ശ്രമിക്കുമ്പോൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറയുകയാണ്. UDF കൺവീനർ തന്നെ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ മേൽക്കോടതിയിൽ കേസ് പോകുന്നത് എന്തിനാ? അത് വെറുതെ ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ്, സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഗൂഢാലോചനക്കാരായ പോലീസുകാർ, ക്രിമിനലായ പോലീസുകാർ എന്ന് പറഞ്ഞപ്പോൾ വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറിയ മുകേഷ് MLA ഉണ്ട്. ഇത് മാത്രമോ? ഈ കേസിൽ മറ്റൊരു കേസിൻ്റെ വിചാരണ കേസ് കൂടെ നടക്കുന്നുണ്ടേ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ കേസ്. അതിൽ KB ഗണേഷ് കുമാർ MLA, ഇടതുപക്ഷത്തെ KB ഗണേഷ് കുമാർ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു അംഗം സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ 8 വർഷമായി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ന്യായങ്ങൾ ചമച്ച് ദിലീപിനൊപ്പം നിന്നവർ തന്നെയാണ്.
കേസിൽ ഒരു കോടതിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അതോടെ കേസ് അവസാനിപ്പിച്ചെന്നും ഇനി ആരും ഈ കേസിൽ ഒന്നും പറയാൻ പാടില്ല എന്നും പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിലപാട്. ഈ കാര്യത്തിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ നോക്കൂ, ഓരോരോ കേസുകളും കേസ് തോക്കുന്ന ഉടനെ പിരിഞ്ഞു പോകുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ശബരിമല കേസിൽ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ? നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരുന്നു? കേരളം മുഴുവൻ ചർച്ച ചെയ്താണല്ലോ. സുപ്രീം കോടതി വിധി വന്നപ്പോൾ സുപ്രീം കോടതിക്ക് പുല്ല് വിലയായിരുന്നു. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ സൗകര്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കാലത്ത് ഓരോ ആവശ്യത്തിന് നിങ്ങളുടെ രീതിയിൽ വളയ്ക്കുക എന്നുള്ളതാണോ രീതി? നോക്കൂ, ഒരല്പം മനുഷ്യത്വം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടും മനുഷ്യാവകാശ ദിനത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് ഈ പീഡിതയായ സ്ത്രീക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവരവരുടെ മനുഷ്യത്വമാണ് കാണിക്കുന്നത്. നോക്കൂ, ഈ കേസിൽ പകുതി നീതി പോലും ആയിട്ടില്ല. കുറേ ഗുണ്ടകൾ ചേർന്ന് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു. വളരെ കൃത്യമായി ആർക്കോ വേണ്ടി അതിൻ്റെ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോയിൽ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ഗൂഢാലോചന വ്യക്തം. പക്ഷേ കഷ്ടകാലത്തിന് ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കപ്പെട്ടില്ല കീഴ്ക്കോടതിയിൽ. അവർ മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. ഇത്രയും നിങ്ങളെല്ലാവരും സമ്മതിച്ചല്ലോ. അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായൊരു മര്യാദയല്ലേ? ആ മര്യാദ നിങ്ങൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? അതോ ഗൂഢാലോചന ഇല്ല എന്ന് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷേ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന ഗുണ്ടകളുടെ കൊട്ടേഷന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം ഒരു സ്ത്രീയും കുറേ പേരും ചേർന്ന് ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ, അവർക്കും വേറെ പണിയുള്ളവരാണ്, ഒരു പണിയില്ലാത്തവരല്ല ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തും കോഴിക്കോടും ഇറങ്ങി നിന്ന് സ്ത്രീക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്തത്, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത്, നടനെതിരെ നിലപാടെടുത്തത്. അത് അവരുടെ നിലപാടാണ്. അതൊരു മനുഷ്യത്വത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അവനവൻ്റെ മനസാക്ഷിയോടുള്ള നീതി പുലർത്തലാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടും കൂടെ നിന്നാൽ എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 8 വർഷമായി പ്രതിയായിരുന്ന ഒരാളെ പിന്തുണച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പറിയാം. ഇപ്പോൾ കേസ് തീർന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതും അതുകൊണ്ടാണെന്നറിയാം. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ അതിജീവിതയോടും അവരുടെ കൂടെ നിന്നവരെയും പൊതിഞ്ഞു പിടിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട്. ഈ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മഞ്ജു വാര്യർക്കെതിരെയാണ് ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത്. കാണിച്ചു തരാം എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നോക്കൂ, അപ്പോൾ ഇത്രയും കാലത്തെ യുദ്ധത്തിന് ശേഷം ഒരു കേസ് പകുതി പരാജയപ്പെടുമ്പോൾ അവർക്കെതിരെയുള്ള വലിയ ആക്രമണം വരുന്നുവെന്ന് നമ്മൾ സംശയിക്കുകയാണ്. അപ്പോഴും സമൂഹം ജാഗ്രതയോടെ തന്നെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് കേരളം, എന്ത് നമ്പർ 1, എന്ത് പ്രബുദ്ധ ജനത, എന്ത് വിദ്യാഭ്യാസം നമുക്കുണ്ട്? ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തീർപ്പായ ചില കേസിൻ്റെ കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബാബറി മസ്ജിദ് തകർന്ന കേസിൽ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ എല്ലാ പ്രതികളും വെറുതെ വിടപ്പെട്ടു. അതുകൊണ്ട് ബാബറി മസ്ജിദ് തന്നെ അങ്ങ് ഇടിഞ്ഞു വീണു എന്നാണോ നിങ്ങളൊക്കെ വരുന്നത്? അല്ലല്ലോ. ഒരു ദിവസം രാവിലെ ബാബറി മസ്ജിദ് അങ്ങ് തീർന്നു. തകർന്നു വീണത് തകർത്തതാണ്, ബാബറി മസ്ജിദ് തകർത്തതാണ്. അതിൻ്റെ വാർഷികം കുറച്ച് ദിവസം മുമ്പായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അത് ഉറപ്പിച്ചു പറയുകയും ഒരിക്കലും നമ്മളത് മറന്നു പോകരുതെന്ന് പറയുന്നതും ഒരു തരത്തിൽ ചാർത്ത് പിടിക്കലാണ്, ഒരു തരത്തിൽ നമ്മുടെ നിലപാട് പറയലാണ്. ബാബറി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം രാമക്ഷേത്രത്തിന് തുറന്നു കൊടുത്തുകൊണ്ടുള്ള അന്തിമ സുപ്രീം കോടതി വിധിച്ചതിന് ശേഷം ഈ കേസ് വിടാതെ പോയ ചില ആളുകളുണ്ട്. അങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് റിട്ടയർ ചെയ്തതിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പൂച്ചു പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ബാബറി മസ്ജിദ് പണിതത് തന്നെ ഒരു ഡെസിഗ്രേഷൻ, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഡെസിഗ്രേഷൻ. ദ വെരി ഇൻസ്റ്റലേഷൻ ഓഫ് ബാബറി മസ്ജിദ് ഈസ് ആൻ ആക്ട് ഓഫ് ഡെസിഗ്രേഷൻ. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റെന്തോ അമ്പലം തകർത്തിട്ട് അവിടെ ബാബറി മസ്ജിദ് പള്ളി പൊങ്ങിയതാണ്. അങ്ങനെ സുപ്രീം കോടതിക്ക് ഒരു ഫൈൻഡിങ്ങേ ഇല്ല. ഏതെങ്കിലും അമ്പലം തകർത്തിട്ടാണ് ബാബറി മസ്ജിദ് പണിതതെന്നും അതുകൊണ്ട് ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയണമെന്നല്ല സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതി ആ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയും ഏറ്റവും കൂടുതൽ സമയം കൈവശാവകാശം ഇരുന്നത് ആർക്കാണ് എന്നതിൻ്റെ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയിട്ടാണ് രാമക്ഷേത്രത്തിൻ്റെ കസ്റ്റോഡിയന്മാർക്ക് അത് വിട്ടുകൊടുത്തത്. അപ്പോൾ പുറകെ നടന്ന് ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ കാര്യം പുറത്തു കൊണ്ടുവന്നത്. സൂര്യനെല്ലി കേസ് നമുക്ക് ഓർമ്മയില്ലേ? സൂര്യനെല്ലി കേസിൽ പ്രതികൾ മിക്കവാറുമൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം ആ ജഡ്ജിൻ്റെ പുറകെ പോയി നടന്ന സ്റ്റിംഗ് ക്യാമറ ഓപ്പറേഷനിലാണ് ജഡ്ജിൻ്റെ യഥാർത്ഥ മനസ്ഥിതി പുറത്തു വന്നത്. അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, ആ പെൺകുട്ടി ശരിയല്ല എന്ന മട്ടിലാണ് അഭിപ്രായം പറഞ്ഞത്. അതും കോടതി വിധിക്ക് ശേഷം മാധ്യമപ്രവർത്തകർ നടത്തിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് ഈ കേസിൻ്റെ സത്യം തെളിയും വരെ, സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് വരെ, അല്ലാതെ കോടതിയിൽ തീരുന്നത് വരെയല്ല, നമുക്ക് ബോധ്യപ്പെടുന്നത് വരെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ പുറകെ അന്വേഷണം നടത്താനും ഈ കാര്യത്തിൽ പോരാട്ടം നടത്തിയവരെയും ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നവരെയും മുന്നോട്ട് പോകുന്നവരെയും ചേർത്ത് പിടിക്കാനും ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. സിനിമ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. പക്ഷേ കേരളം എടുക്കേണ്ട നിലപാട്
ഒരു കേസ് കീഴ്ക്കോടതിയിൽ കേസ് തോറ്റതോടുകൂടി എല്ലാം അവസാനിച്ചെന്നും എല്ലാം ശുഭമെന്നും ആരെങ്കിലും കരുതുന്നെങ്കിൽ അങ്ങനെയല്ല കേരളം ഇത്രയും കാലം പെരുമാറിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ ആയിരിക്കില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.